ഹോമോസിഡേ എന്നീ രണ്ട് ലാറ്റിൻ വേർഡുകളിൽ നിന്നാണ് ഹോമിസൈഡ് എന്ന വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ വാക്കിനർത്ഥം കില്ലിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ് ബൈ അതർ. ഹോമിസൈഡിനെ ലോഫുൾ ഹോമിസൈഡ് എന്നും അൺലോഫുൾ ഹോമിസൈഡ് എന്നും രണ്ടായി തരംതിരിക്കാം. ലോഫുൾ ഹോമിസൈഡ് ജസ്റ്റിഫയബിൾ ആണ്. ജനറൽ എക്സെപ്ഷൻസ് ലോഫുൾ ഹോമിസൈഡ് കവർ ചെയ്യുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു പോലീസ് ഓഫീസർ തന്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഒരു ആക്ട് ചെയ്യുകയും അതുവഴി ആർക്കെങ്കിലും ഡെത്ത് സംഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജനറൽ എക്സെപ്ഷന്റെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. അൺലോഫുൾ ഹോമിസൈഡ് ജസ്റ്റിഫയബിൾ അല്ല. പ്രധാനമായും 4 അൺലോഫുൾ ഹോമിസൈഡിനെ പറ്റിയാണ് പറയുന്നത്. കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിംഗ് ടു മർഡർ, കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിംഗ് ടു മർഡർ, റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്ട് ആൻഡ് സൂയിസൈഡ്. സെക്ഷൻ 299 IPC ആണ് കൾപ്പബിൾ ഹോമിസൈഡിനെ പറ്റി പ്രതിപാദിക്കുന്നത്. മർഡർ സെക്ഷൻ 300. സെക്ഷൻ 100 ഭാരതീയ ന്യായ സംഹിതയാണ് കൾപ്പബിൾ ഹോമിസൈഡിനെ പറ്റി പ്രതിപാദിക്കുന്നത്. മർഡർ സെക്ഷൻ 101. മരണം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ മരണത്തിന് കാരണമായേക്കാവുന്ന ദേഹോപദ്രവം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തിയിലൂടെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന അറിവോടുകൂടിയോ ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയും അതുവഴി മറ്റൊരാളുടെ മരണം സംഭവിക്കുകയും ചെയ്താൽ അയാൾ കുറ്റകരമായ നരഹത്യ ചെയ്തിരിക്കുന്നു. ഈ നിർവചനപ്രകാരം കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെങ്കിൽ നരഹത്യ എന്ന കുറ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 3 എലമെന്റ്സുകളാണ് വേണ്ടത് എന്ന് കാണാം. 1. ഒരു ആക്ട് നടന്നിരിക്കണം. 2. ആ ആക്ട് വഴി ഒരു ഡെത്ത് സംഭവിച്ചിരിക്കണം. 3. ആക്ട് ഒരു മരണം സംഭവിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം, അല്ലെങ്കിൽ മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു ബോഡിലി ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. അതല്ലെങ്കിൽ മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് താൻ ചെയ്തിരിക്കുന്നതെന്ന അറിവോടുകൂടിയായിരിക്കണം ആ പ്രവൃത്തി ചെയ്തിരിക്കേണ്ടത്. മരണകാരണമാവുന്ന ഒരു പ്രവൃത്തി മരണകാരണമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മരണത്തിന് കാരണമായേക്കാമെന്ന് അറിവോടുകൂടി ശരീരത്തിന് പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് മരണം സംഭവിക്കാൻ പര്യാപ്തമായ ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിക്ക് അത് എല്ലാ സാധ്യതയിലും മരണത്തിന് കാരണമാകും എന്ന് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ മരണത്തിന് കാരണമായേക്കാവുന്ന അത്തരം ശാരീരിക പരിക്കുകൾ യാതൊരുവിധ ഒഴികഴിവുകളും കൂടാതെ അത്തരം പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ, അതുവഴി മരണം സംഭവിക്കുന്നുവെങ്കിൽ ഇത്തരം കുറ്റകരമായ നരഹത്യ കൊലപാതകമാണ്. മർഡറിന്റെ ഡെഫിനിഷൻ പരിശോധിക്കുമ്പോൾ ഇവിടെയും മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന ഉദ്ദേശമാണ് മർഡറിന്റെ പ്രാഥമിക ഘടകം. മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കാൻ സാധ്യതയുള്ള ശാരീരിക പരിക്കോ ഉണ്ടാക്കാനുള്ള ഉദ്ദേശം, അതുപോലെ തന്നെ ഒരു പ്രത്യേക പ്രവൃത്തി മറ്റൊരു വ്യക്തിയുടെ മരണത്തിൽ കലാശിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം എന്നിവ ഇവിടെ പ്രധാന ഘടകങ്ങളായി കാണാം. IPC സെക്ഷൻ 300 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 101 എക്സെപ്ഷനുകളായി പറയുന്നത് പ്രൊവോക്കേഷൻ, പ്രൈവറ്റ് ഡിഫൻസ്, പബ്ലിക് സർവന്റ് ഓർ എയ്ഡിംഗ് എ പബ്ലിക് സർവന്റ് ആക്ടിംഗ് ഇൻ ഗുഡ് ഫെയ്ത്ത്, ആക്ട് കമ്മിറ്റഡ് വിതൗട്ട് പ്രീമെഡിറ്റേഷൻ, ആക്ട് കമ്മിറ്റഡ് വിത്ത് കൺസെന്റ്. മർഡറിന്റെ എലിമെന്റ്സ് ഉണ്ടാവുകയും എക്സെപ്ഷന്റെ പരിധിയിൽ വരാത്തതുമായ പ്രവൃത്തിയാണ് ഒരാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അയാൾ മർഡർ എന്ന ഒഫൻസ് ചെയ്തിരിക്കുന്നു. കൾപ്പബിൾ ഹോമിസൈഡിന്റെയും മർഡറിന്റെയും ഇൻഗ്രീഡിയൻസ് വളരെ സാമ്യമുള്ളതായി നമുക്കിവിടെ കാണാം. പക്ഷെ കൾപ്പബിൾ ഹോമിസൈഡിൽ ഡിഗ്രി ഓഫ് ഇന്റൻഷൻ കുറവായും മർഡറിൽ ഡിഗ്രി ഓഫ് ഇന്റൻഷൻ കൂടുതലായും കാണാം. കൾപ്പബിൾ ഹോമിസൈഡിൽ ഒരു ഇൻഡെഫിനിറ്റ് നോളജ് ഓഫ് ഡെത്ത് ആണുള്ളത്, എന്നാൽ മർഡറിൽ ഡെഫിനിറ്റ് നോളജ്. കൾപ്പബിൾ ഹോമിസൈഡ് ജെനുസ് ആണെങ്കിൽ മർഡർ സ്പീഷ്യസ് ആണ്. ഒരാൾ എത്രത്തോടെ അറിവോടും ഉദ്ദേശത്തോടും കൂടിയാണ് ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്ന് ആശ്രയിച്ചാണ് ഇവിടെ നരഹത്യയാണോ കൊലപാതകമാണോ എന്ന് നിർണ്ണയിക്കുക. മരണസാധ്യതയും അൺലോഫുൾ ആക്ടിന്റെ വ്യാപ്തിയും ഇവിടെ പരിഗണിക്കും. ഇവ താരതമ്യേന കൂടുതലാണെങ്കിൽ മർഡറിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നയിക്കും. ഓൾ മർഡേഴ്സ് ആർ കൾപ്പബിൾ ഹോമിസൈഡ്, ബട്ട് ഓൾ കൾപ്പബിൾ ഹോമിസൈഡ് ആർ നോട്ട് മർഡർ. എല്ലാ കൊലപാതകങ്ങളും നരഹത്യയാണ്, എന്നാൽ എല്ലാ നരഹത്യയും കൊലപാതകമല്ല.